ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. 7 സംസ്ഥാനങ്ങളായി 32 പേരാണ് 24 മണിക്കൂറിനിടെ മഴക്കെടുതിയിൽ മരിച്ചത്. ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ഏറ്റവും ഗുരുതരം. കേദാർനാഥിലേക്കുള്ള തീർത്ഥാടക പാതയിലടക്കം കുടുങ്ങിയവരെ ഹെലികോപ്റ്ററിൽ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി. കേദാർനാഥിലേക്കുള്ള യാത്ര താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ 3 ഇടങ്ങളിൽ നിന്നുണ്ടായ മേഘവിസ്ഫോടനത്തിൽ 4 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഷിംലയിൽ 50-ലധികം പേരെ കാണാതായി. മണാലിയിലേക്കുള്ള റോഡ് തകർന്ന് മേഖല ഒറ്റപ്പെട്ടു. കുളുവിൽ നദീതീരത്തെ 3 നില കെട്ടിടം തകർന്നു വീണ് ഒലിച്ചുപോകുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സംസാരിച്ചു. ഹെലികോപ്റ്ററുകളുടെ അടക്കം എത്തിച്ച് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനാണ് ശ്രമം. താഴ്ന്ന പ്രദേശങ്ങളിലും മലകൾക്ക് മുകളിലും താമസിക്കുന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായും അധികൃതർ അറിയിച്ചു. പ്രധാന പാതകളെല്ലാം കൂറ്റൻ പാറകൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് 2 ഇന്ത്യൻ എയർ വിമാനങ്ങളെ കേന്ദ്രം വിന്യസിച്ചതായി ഉത്തരാഖണ്ഡ് സർക്കാർ അറിയിച്ചു. നിലവിൽ രുദ്രപ്രയാഗ് ജില്ലയിലെ മന്ദാകിനി, അളകനന്ദ നദികൾ അപകടരേഖയ്ക്ക് അടുത്താണ് ഒഴുകുന്നത്. സംസ്ഥാനത്തുടനീളം കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ചാർധാം തീർത്ഥാടകർക്ക് സർക്കാർ സുരക്ഷാ മുന്നറിയിപ്പ് നൽകി. മോശം കാലാവസ്ഥ മാറുന്നതുവരെ ഭക്തർ യാത്ര മാറ്റിവെക്കണമെന്നും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ കഴിയണമെന്നും അധികൃതർ അറിയിച്ചു. ഉത്തരാഖണ്ഡിലെ മിക്ക ജില്ലകളിലും ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ മരിച്ചവരുടെ എണ്ണം 10 മരിച്ചവരിൽ ചെറിയ കുട്ടിയും ഉൾപ്പെടുന്നു. നിരവധി പേർ പരിക്കേറ്റ ചികിത്സയിലാണ്. 10 വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ഇന്നും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഡൽഹിയിൽ സ്കൂളുകൾക്ക് അവധിയാണ്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.